ഇവനല്ലേ അച്ചാർ, നല്ല അസല് മാങ്ങ അച്ചാർ. നമ്മളിന്നൊരു മാങ്ങയുടെ വ്യത്യസ്ത വിഭവങ്ങളാക്കാനൊരു ശ്രമത്തിലാണ്. മാങ്ങ അച്ചാർ, മാങ്ങ ഉപ്പിലിട്ടത്, പിന്നെ ഒരു കടുമാങ്ങ. ഇതിനൊക്കെ ടേസ്റ്റിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. നല്ലെണ്ണ ഉപയോഗിക്കുമ്പോഴും കടുക് കുറച്ചൊന്ന് പൊട്ടിച്ചിട്ട് ഉപയോഗിക്കുമ്പോഴും, കടുകൂടി എണ്ണയിൽ പൊടിക്കുന്നില്ല, കടുകൊന്ന് തിരക്കിയെടുക്കുമല്ലോ, മിക്സിയിലിട്ട് ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ഒറ്റയടി വെച്ചാൽ മതി. അപ്പോൾ അതൊക്കെ കടുമാങ്ങയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് വ്യത്യാസമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് മെനക്കെടാൻ വേണ്ടിയിട്ട് പലർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിപ്പോൾ റോഡ് സൈഡിൽ മാങ്ങ, സേലം മാങ്ങ എന്ന് നമ്മൾ പറയുന്ന, പക്ഷെ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പുളി കുറഞ്ഞിട്ടുള്ള ഒരു മാങ്ങയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ കിലോ 100 രൂപയായിട്ട് റോഡ് സൈഡിൽ നിന്ന് അത് വാങ്ങിയിട്ട്, എനിക്ക് പൊതുവേ ഇതിങ്ങനെ ഇഷ്ടമാണ്. അപ്പോൾ പല രീതിയിലുള്ള അച്ചാറും ഉപ്പിലിട്ടതൊക്കെ ആക്കി വെക്കുക, പലപ്പോഴും ഇത് കഴിക്കുക. അപ്പോൾ പല ഗസ്റ്റൊക്കെ ഉണ്ടാകുമ്പോഴേ ഇതൊക്കെ വളരെ ഗമിയോട് കൂടി ചെയ്ത് ഞങ്ങൾ തന്നെ ഇവിടെ ആക്കിയതാണ് എന്നൊക്കെ പറഞ്ഞൊന്ന് സെർവ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതാക്കുമ്പോൾ ഏറ്റവും പ്രധാനം ഇതിൻ്റെ ടേസ്റ്റിന്. ഇപ്പം ഒരു കാര്യം, നമ്മൾ മുളക് പൊടിയൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമുക്കിത് ഒരു ഉപ്പിലിട്ടിട്ട് വെക്കുന്നതിന് കാന്താരി മുളകുണ്ടെങ്കിൽ കാന്താരിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതക്കുക. അതൊന്ന് ചതച്ചിട്ട് കല്ലുപ്പും കൂടിയിട്ട് ഇതുപോലെ ഈ അരിഞ്ഞിട്ടുള്ള മാങ്ങ അതിനകത്തൊന്ന് തിരുമ്മി പിടിപ്പിച്ച് വെക്കുക. അപ്പോൾ അതൊരു ഭരണിയിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത ദിവസം ആകുമ്പോഴേക്ക് തന്നെ നമുക്ക് കാണാം അതിൽ ഇങ്ങനെ ഇതിൻ്റെ മാങ്ങയുടെ പുളി ഇറങ്ങി വരും, അതിൻ്റെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് കാന്താരി പലരും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ ഉപയോഗിക്കാൻ മടിക്കുന്നൊരു സാധനം. പലരും എന്ന് പറയാൻ കാരണം ഇത് പറിച്ചെടുക്കാനുള്ള ഒരു വിഷമം കൊണ്ടൊക്കെ ചെറുതല്ലേ എന്നുള്ള രീതിയിൽ. ഇപ്പം നമ്മുടെ ഒരു ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ, നമ്മുടെ തൊടിയിലുള്ള സാധനമായാലും നമുക്ക് വേറെ എവിടെന്നെങ്കിലും ആരെങ്കിലും കളക്ട് ചെയ്തിട്ടൊക്കെ അവിടെ കൊണ്ടുവച്ച് തരികയാണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും, ഉടനെ ഉപയോഗിക്കാമെന്ന് പറയും. എന്നാൽ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതും അത് ഞങ്ങൾ പറിച്ചെടുക്കാൻ ഉപയോഗിക്കാനുള്ള രീതിയിലേക്ക് വരില്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം പല ആൾക്കാർക്കും പച്ചമുളകാണ് ഏറ്റവും നല്ലത്, അത് ഉപയോഗിക്കുന്നതാണ് ഗുണകരം എന്നുള്ളൊരു ചിന്തയുണ്ട്. ഇപ്പോൾ കാന്താരി വീട്ടിലുണ്ടായാലും അവരത് ഉപയോഗിക്കില്ല, പച്ചമുളക് വാങ്ങിക്കൊണ്ടുവരും. അത് ശരിയല്ല. ഇപ്പോൾ കാന്താരി വീട്ടിലെ തൊടിയിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം, അത് ഉപയോഗിക്കാതെ കളയരുത്. അതിൻ്റെ ഗുണമൊന്നും വേറെ തന്നെയാണ്. കൊളസ്ട്രോളിൻ്റെയൊക്കെ ഒരു മരുന്നായിട്ട് പോലും അത് ഉപയോഗിക്കുന്നത്. മാർക്കറ്റ് വലിയ വിലയാണല്ലോ കാന്താരിക്ക്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ. ഇങ്ങനെ വെറുതെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നേരം പോക്കിലെങ്കിലും ഇങ്ങനെയൊക്കെ ഓരോ സാധനം പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഒരു മാങ്ങയിൽ മാത്രം ഒതുക്കാതെ, എൻ്റെ ശീലം അങ്ങനെയാണ്. ഒരു മാങ്ങ മാത്രമല്ല, ഞാൻ വേറെ എന്തൊക്കെയാണ് നമുക്ക് അച്ചാറാക്കാൻ പറ്റും. ഇപ്പോൾ കപ്പക്ക, നമ്മളിവിടെ കണ്ണൂരുകാർ കപ്പക്ക എന്ന് പറയും. പിന്നെ കുറച്ച് മലപ്പുറം അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കർമൂസ് എന്ന് പറയും, പിന്നെ പപ്പായ എന്ന് പറയുന്നു. അപ്പോൾ അതും വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാം. പക്ഷെ അതിൽ പുളി വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർക്കേണ്ടി വരും. ഇത് വാസ്തവത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, എനിക്ക് വിനാഗിരി ചേർക്കുന്ന ഇഷ്ടം. നമ്മൾ അപ്പോൾ തന്നെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണെങ്കിൽ നമുക്ക് ആ നാച്ചുറലായിട്ടുള്ള പുളി വെച്ചിട്ട് നമുക്കതൊന്ന് ഉപയോഗിച്ച് തീർക്കാമല്ലോ. കുറേ കാലം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനൊക്കെയാണ് ഈ വിനാഗിരി ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണ് എൻ്റെ അച്ചാറിന് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കാന്താരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി കഴുകി നല്ല വൃത്തിയിൽ ആറ്റിയെടുത്തിട്ടുള്ള ഒരു മൺചട്ടി. എൻ്റെ കൈനീട്ടം എന്ന കഥയിലെ കൈനീട്ടമായി കിട്ടിയ ചട്ടിയാണിത്. അപ്പോൾ ആ ചട്ടിയിലേക്കാണ് ഞാൻ ഈ അരിഞ്ഞിട്ട മാങ്ങയിൽ നിന്ന് ഒരു ഭാഗം മാറ്റുന്നത്. അപ്പോൾ അത് കല്ലുപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്നൊരു ഭാഗം എടുത്തിട്ട് ഈ കാന്താരിയും വെളുത്തുള്ളിയും കൂടി ചതക്കുകയാണ്. അതിനുശേഷം ചട്ടിയിലിട്ട് അതങ്ങനെ പെരക്കി വെക്കാം. തുടർന്ന് നല്ലൊരു കുപ്പിയിലേക്ക് അത് മാറ്റാവുന്നതാണ്. അപ്പോൾ തുടങ്ങാം. ഈ കാന്താരി കണ്ടിട്ട് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഇത്രയധികം കാന്താരിയൊന്നും ആവശ്യമില്ല, കുണ്ടി പോഞ്ഞു പോകില്ലേ. നമുക്ക് അതിന് വളരെ കുറച്ച് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി.
അത് പൊതുവേ കാന്താരി എന്ന് പറയുമ്പോൾ തന്നെ നല്ല എരിവുള്ളതാണ്. നമുക്ക് ഇത്രയും മതിയാവും. ബാക്കി നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് അതിൽ നിന്ന് എടുക്കാം. ഇത്രയേ വേണ്ടൂ. ഓക്കെ. ഇപ്പോൾ തന്നെ ഇതിൽ വെള്ളം വന്നു തുടങ്ങി. ഇതാ കണ്ടോളൂ, കണ്ടോ, ഇപ്പം തന്നെ വെള്ളം വന്നു തുടങ്ങി. ഇനി നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കാന്താരി ഉടച്ചു വെച്ചു, കാന്താരി അത് ഇങ്ങോട്ട് ഇടുകയാണ്. ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ കല്ലുപ്പ് വെച്ച് തിരിഞ്ഞു വെച്ചതാണ്. ഇതൊക്കെ നമ്മുടെ ഒരു ആയുധമാണ് കേട്ടോ. ഇതൊക്കെ ഒരു വീട്ടിൽ അത്യാവശ്യമാണ്, ഇതൊക്കെ ചതക്കാൻ ഉപയോഗിക്കാൻ. ഈ മൺചട്ടിയിലേക്ക് ഞാനിത് മാറ്റാൻ കാരണം അലൂമിനിയത്തിനും സ്റ്റീലിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ പുളി തട്ടുമ്പോൾ അതിൻ്റെ ആ പോളിഷിങ് പോയി പോകുന്നുണ്ട്. അലൂമിനിയത്തിനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോളിഷിങ് പോയി, ഇത് ഇൻറ്റാലിയമാണ്. അതുകൊണ്ട് അത് പരമാവധി ഉപ്പ് ചേർത്തിട്ടും ഈ പുളിയിലെ സാധനങ്ങൾ അങ്ങനെ കുറേ നേരം വെക്കാതിരിക്കുക. നമ്മുടെ അനുഭവങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ കൂടിയാണ്. ഇപ്പോൾ നല്ല സെറ്റ് സാധനം. വേറെ ഒരു കറിയില്ലെങ്കിൽ ഇതും കൂടി നമുക്ക് കഞ്ഞി കുടിക്കാം, ചോറ് കഴിക്കാം. ഓക്കെ. ഇനി രണ്ടാമതൊരു കൂട്ടമാക്കാനുണ്ട്. അത് മുളക് പൊടി ചേർത്തിട്ട് വെളുത്തുള്ളി ഒക്കെ ഇട്ട് അത് പിന്നീട് ആക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ബൈ.